ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, നമ്മുടേതല്ലാത്ത എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം? ഇന്നത്തെ കഥയിൽ അതിനുള്ള ഉത്തരമുണ്ട്. നീ അത്യാഗ്രഹിയായ കള്ളലാണ്. പണ്ട് പണ്ട് കാടിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു രാമു എന്ന മരമെട്ടുകാരനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നത്. അവരുടെ വീട് വളരെ ചെറുതായിരുന്നു. മേൽക്കൂരകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാ. പക്ഷേ അവരുടെ വീടിനുള്ളിൽ നിറയെ സ്നേഹമുണ്ടായിരുന്നു. രാമു, ഭക്ഷണത്തിനുള്ള അരി തീർന്നു തുടങ്ങി. ഇന്നെങ്കിലും നല്ല വിറക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നീ വിഷമിക്കേണ്ട. അധ്വാനിക്കാൻ മനസ്സുള്ളിടത്തോളം കാലം നമ്മുടെ വീട് പട്ടിണിയാകില്ല. അവൻ തന്റെ മുന്നിലിരിക്കുന്ന പഴയ ഇരുമ്പ് മഴു കയ്യിലെടുത്തു. പഴയതാണെങ്കിൽ കൂടി അവനത് തന്റെ ജീവനേക്കാൾ വലുതായിരുന്നു. ഇതാണ് നമ്മുടെ അന്നം. ഈ മഴുവാണ് നമുക്ക് ആഹാരം തരുന്നത്. ഇതിനെ ഞാൻ പൊന്നുപോലെ നോക്കും. സൂര്യൻ മെല്ലെ ഉദിച്ചുയർന്നു. കിളികൾ ചിലച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുവഴിയിലൂടെ രാമു പ്രതീക്ഷയോടെ മുന്നോട്ട് നടന്നു. എല്ലാ മരങ്ങളും തണല് തരും, എല്ലാ ചില്ലകളും വിറകും തരും. ആ പ്രകൃതി എന്ത് മനോഹരമാണ്. അപ്പോഴാണ് പുഴയുടെ അരികിലായി ഒരു ഉണങ്ങിയ മരത്തടി രാമു കണ്ടത്. സന്തോഷത്തോടെ മഴ ഉയർത്തി അവനത് വെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് കാൽ നീന്തി അവൻ വെള്ളത്തിലേക്ക് വീണു. അയ്യോ! പ്ലം! അവന്റെ മഴു തെറിച്ച് ആഴമുള്ള പുഴയിലേക്ക് വീണു. അയ്യോ! അയ്യോ! എന്റെ മഴു! അവൻ ഓടി പുഴയുടെ കരയിലെത്തി വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവമേ, എല്ലാം പോയല്ലോ. എന്റെ മഴു പോയി. എന്റെ ആകെയുള്ള സമ്പാദ്യം പോയി. രാമു പുഴക്കരയിൽ തളർന്നിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അതൊരു വെറും ഇരുമ്പ് മഴു ആയിരുന്നില്ല. എന്റെ പ്രതീക്ഷയായിരുന്നു, എന്റെ ആഹാരമായിരുന്നു, എന്റെ ജീവിതവുമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ആഴമുള്ള ആ പുഴയിലേക്ക് നോക്കി അവൻ ദുഃഖിച്ചിരുന്നു കരഞ്ഞു. ഞാനിനി എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും? അവന്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി പുഴയിലെ വെള്ളത്തിൽ വീണു. പെട്ടെന്ന് പുഴയിലാകെ സ്വർണപ്രകാശം പരന്നു. വെള്ളത്തിൽ നിന്നും പ്രശാന്തമായ മുഖത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സാക്ഷാൽ ജലദേവത അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മകനെ, നീ എന്തിനാണിങ്ങനെ വിഷമിച്ചിരുന്ന് കരയുന്നത്? നിന്റെ സങ്കടം എന്താണെന്ന് എന്നോട് പറയൂ. രാമു തല കുനിച്ച് കൈകൾ കൂപ്പി വിനയത്തോടെ വനദേവതയോട് പറഞ്ഞു, അമ്മേ, എന്റെ മഴു വെള്ളത്തിൽ പോയി. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കരയേണ്ട മകനെ, കണ്ണുനീർ തുടയ്ക്കൂ. ഞാൻ നിന്നെ സഹായിക്കാം. ജലദേവത വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. കുറച്ചു സമയത്തിനു ശേഷം ഒരു സ്വർണ്ണ മഴവുമായി ജലദേവത വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു. മകനെ, ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണോ നിന്റെ നഷ്ടപ്പെട്ട ആ മഴു? അല്ല അമ്മേ, ഇത് വളരെ വിലപിടിപ്പുള്ളതല്ലേ. എന്റെ വെറും ഒരു പഴയ മഴുവാ. ജലദേവത വീണ്ടും വെള്ളത്തിലേക്ക് മറഞ്ഞു. ഇത്തവണ തിരികെ വന്നത് ഒരു വെള്ളി മഴവുമായിട്ടാണ്. മകനെ, എങ്കിൽ ഇത് നോക്കൂ. ഇതാണോ നിന്റെ കയ്യിലുണ്ടായിരുന്ന മഴു? അല്ല അമ്മേ, ഇത് വെള്ളി മഴുവല്ലേ. എന്റെ മഴു ഇരുമ്പ് കൊണ്ടുള്ളതാ. മൂന്നാം തവണയും ജലദേവത വെള്ളത്തിലേക്ക് മറഞ്ഞു. തിരികെ വന്നത് രാമുവിന്റെ ഇരുമ്പ് മഴുവും കയ്യിലേന്തിയായിരുന്നു. ഇതുകൊണ്ട് രാമുവിന് സന്തോഷമായി. ആ അതെ അമ്മേ, ഇത് തന്നെയാണ് എന്റെ മഴു. നന്ദി, ഒരുപാട് നന്ദി. നീ കള്ളം പറഞ്ഞ് സ്വർണ്ണ മഴു എടുക്കാതെ സത്യം മാത്രം പറഞ്ഞു. സന്തോഷത്തോടെ ജലദേവത ആ 3 മഴുവും രാമുവിന് നൽകി. ഇതെല്ലാം നിനക്കുള്ളതാണ് മകനെ. സ്വർണമഴു നിന്റെ സമൃദ്ധിക്ക്, വെള്ളിമഴു നിന്റെ സുരക്ഷയ്ക്ക്, ഇരുമ്പുമഴു നിന്റെ അധ്വാനത്തിന്. അമ്മേ,
എന്നും ഞാൻ സത്യസന്ധനായി തന്നെ ജീവിച്ചോളാം. നിന്റെ കൈകൾ എന്നും സത്യസന്ധമായി സമ്പാദിക്കട്ടെ. നിന്റെ വീട്ടിൽ ഇനി ഒരിക്കലും പട്ടിണിയുണ്ടാകില്ല. ഈ പുഴ പോലെ നിന്റെ മനസ്സ് എന്നും ശാന്തവും ശുദ്ധവുമായിരിക്കട്ടെ. ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ജലദേവത അപ്രത്യക്ഷയായി. ഒരുപാട് സന്തോഷത്തോടെ രാമു ഓടി വീട്ടിലെത്തി. രാമു, ഇതൊക്കെ എന്താ ഇവിടെ നടന്നത്? നടന്ന കാര്യങ്ങളെല്ലാം അവൻ ഭാര്യയോട് പറഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞുപോയി. രാമു, സത്യസന്ധതയാണ് നമ്മളെ രക്ഷിച്ചത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. സന്തോഷം കൊണ്ട് അവർ കെട്ടിപ്പിടിച്ചു. ഈ കഥ ഗ്രാമം മുഴുവൻ പരന്നു. അത്യാഗ്രഹിയായ കാലു എന്ന മരംവെട്ടുകാരനും ഇതറിഞ്ഞു. ഓഹോ, സത്യം പറഞ്ഞാൽ സ്വർണം കിട്ടുമോ? എങ്കിൽ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അതിലും കൂടുതൽ നേടും. പിറ്റേന്ന് തന്നെ കാലു തന്റെ പഴയ മഴുവുമായി പുഴക്കരയിലെത്തി. നന്നായി പണിയെടുക്കുന്ന പോലെ അഭിനയിക്ക. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിലും നല്ലത് ഒരു കള്ളം പറഞ്ഞ് സ്വർണം നേടുന്നതാ. അവൻ തന്റെ പഴയ മഴു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് അത്യുച്ചത്തിൽ ഏങ്ങി ഏങ്ങി കരയുന്നതായി അഭിനയിച്ചു. അയ്യോ, എന്റെ മഴ പോയേ! ഞാനിനി എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? ആരെങ്കിലും രക്ഷിക്കണേ അമ്മേ! പെട്ടെന്ന് പുഴ മുഴുവൻ സ്വർണ്ണ പ്രകാശം പരന്നു. വെള്ളത്തിൽ നിന്നും പ്രശാന്തമായ മുഖത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സാക്ഷാൽ ജലദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു. മകനെ, നീ എന്തിനാണിങ്ങനെ വിഷമിച്ചിരുന്ന് കരയുന്നത്? നിന്റെ സങ്കടം എന്താണെന്ന് എന്നോട് പറയൂ. അമ്മേ, എന്റെ മഴ വെള്ളത്തിൽ പോയി. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കരയേണ്ട മകനെ, കണ്ണുനീർ തുടയ്ക്കൂ. ഞാൻ നിന്നെ സഹായിക്കാം. ജലദേവത വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. കുറച്ചു സമയത്തിനു ശേഷം ഒരു സ്വർണ്ണ മഴവുമായി ജലദേവത വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു. മകനെ, ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണോ നിന്റെ നഷ്ടപ്പെട്ട ആ മഴു? അതെ അതെ, ഇതു തന്നെയാണ് എന്റെ മഴു. എനിക്കെന്താ? പെട്ടെന്ന് ജലദേവതയുടെ മുഖം മാറി. കണ്ണുകളിൽ കോപം നിറഞ്ഞു. എടാ മൂഢ, അത്യാഗ്രഹിയായ കള്ള! നീ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ചതിച്ചും കള്ളം പറഞ്ഞും സന്തോഷം നേടാമെന്ന് നീ കരുതിയോ? പെട്ടെന്നൊരു മിന്നൽ പിണരോടുകൂടി സ്വർണ്ണമഴു അപ്രത്യക്ഷമായി. കള്ളം കൊണ്ട് ജയിക്കാമെന്ന് നീ കരുതി. ഓർത്തോ, അത്യാഗ്രഹം നാശത്തിലേക്കേ നയിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ജലദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. അയ്യോ, സ്വർണ്ണമഴ പോയി. അമ്മേ, എന്റെ ഇരുമ്പു മഴുവെങ്കിലും തിരികെ തരൂ. ഇനി ഞാൻ കള്ളം പറയില്ല. പക്ഷെ ആരും വന്നില്ല. അവന്റെ മഴുവും തിരികെ ലഭിച്ചില്ല. അത്യാഗ്രഹിയായ കാലു അങ്ങനെ തലകുനിച്ചു വീട്ടിലേക്ക് മടങ്ങി. കണ്ടില്ലേ കൂട്ടുകാരെ, സത്യസന്ധത സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. എപ്പോഴും സത്യം പറയുക. കള്ളം പറഞ്ഞാൽ ഉള്ളതുകൂടി നഷ്ടപ്പെടും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.